ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളെ വീഡിയോ ഇട്ട് വെറുപ്പിച്ചിട്ട് കുറച്ച് കാലമായല്ലേ. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ കിച്ചണിലോട്ട് പണി തുടങ്ങിയാലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ചിക്കനാണ്. ഞാൻ കഴുകി വൃത്തിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബസ്മതിയാണ്, ജീരകശാലയായാലും മതി. പിന്നെ ഒരു 2 സവാള വേണം ഇതിനായിട്ട്. സവാള നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണം. പിന്നെ അത്യാവശ്യം വേണ്ടത് മല്ലിയില, പിന്നെ പുതിനയില നല്ല ഫ്രഷ് ആയാൽ അത്രയും നല്ലതാകും. ഇത് രണ്ടും നന്നായി ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ നെയ്യ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പൂ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് നമ്മൾ ഫ്രൈ പാനിൽ ആദ്യം നെയ്യ് ചൂടാക്കിയിട്ട് ഈ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയി വന്ന ശേഷം കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയെല്ലാം ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ലേശം ഉപ്പും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഏകദേശം. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാല, അത് ആവശ്യത്തിന് നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ വെച്ചങ്ങ് ഇട്ടാൽ മതി. പ്രത്യേകിച്ച് ഇത്ര സ്പൂണൊന്നുമില്ല. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ 2 കപ്പ് അരിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 4 കപ്പ് വേണം വെള്ളം. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവാനായിട്ട് വയ്ക്കണം. നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോൾ അത് വേവും. അതിനുശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ഇട്ടാൽ നല്ലതായിരിക്കും. നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ ആയാലും മതി. ഏകദേശം വെന്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ തൈരൊന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉപ്പൊന്ന് ജസ്റ്റ് നോക്കിയാൽ നല്ലതായിരിക്കും. ഉപ്പ് കുറച്ച് മുന്നോട്ട് വയ്ക്കണം, കാരണം അരി ഇടുമ്പോഴത്തേക്ക് അത് മിക്സ് ആയിക്കോളും. മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലി, പുതിന ഇല അതിലേക്കൊന്നിട്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആ 3 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ടോട്ടൽ 1:2 ആണ് റേഷ്യോ. നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരിയും കൂടെ അതിലോട്ടങ്ങ് ഇട്ട് നമ്മളൊന്ന് എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതങ്ങ് മൂടി വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നോക്കണം. വെള്ളത്തിൻ്റെ പരുവമൊന്ന് നോക്കാനാണ്. എന്നിട്ടെല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി അങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ചാൽ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് കാണാൻ പറ്റും. വെള്ളം വറ്റി സെറ്റായി. തീയൊക്കെ ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ച ശേഷം ഞാൻ എടുത്തു പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് സെർവ് ചെയ്തു. നല്ല ആവി പോകുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സലാഡ്, പിന്നെ ഒരു പപ്പടം, അതും കൂടെയൊക്കെ ആകുമ്പം നമുക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി. ഇനി അങ്ങ് കഴിച്ചാൽ മാത്രം മതി. ഞാൻ കഴിച്ചു നോക്കി. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, സൂപ്പർ സാധനം. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ.